കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ ഇതുവരെ 52 ആളുകളാണ് മരിച്ചത്. ഇനിയും വളരെ ഗുരുതരമായി ചികിത്സയിൽ തുടരുന്ന ആളുകൾ കള്ളക്കുറിച്ചി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. നമ്മുടെ വാർത്താ സംഘം അവിടെ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വിഷമദ്യ ദുരന്തത്തിൽ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു എന്നറിയുന്നു. പിന്നാലെ മദ്രാസ് ഹൈക്കോടതിയിൽ അതിരൂക്ഷമായ വിമർശനങ്ങളും വന്നു. ഈ ഇടപെടലുകളൊക്കെ വ്യാജമദ്യത്തിൻ്റെ ഒഴുക്ക് തടയുമോ എന്നാണ് ഇനി നമുക്കറിയാനുള്ളത്. കള്ളക്കുറിച്ചിയിലെ കരുണാപുരത്ത് നിന്ന് ശ്രീകാന്ത് തത്സമയം ഈ പരിപാടിയിൽ ചേരുന്നു. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ഉള്ള മദ്യം വിതരണം ചെയ്യുന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ തീരുമാനങ്ങളൊക്കെ ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം വന്നതിന് ശേഷമൊക്കെ ഒരു പോലീസിൻ്റെ സജീവമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെയാണ് നമുക്കവിടെ ക്യാമ്പ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് കരുണാപുരത്ത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നത് മുതൽ ഇതുവരെയും നമുക്കിവിടെ നിന്നും മാറാൻ പോലും സമയം കിട്ടിയിട്ടില്ല. കാരണം ഇവിടെ തുടർച്ചയായി മൃതദേഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. 52 പേരാണ് ഇതുവരെ ഇവിടെ മരിച്ചത്. ഇനി ഒരു 4 മൃതദേഹം കൂടി ഇവിടേക്ക് എത്താനുണ്ട്. അത് ആ മൃതദേഹം കൂടി എത്തി അതിപ്പോൾ ഈ കള്ളക്കുറിച്ചിയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും. അതിന് അവരുടെ ബന്ധുക്കൾ അടക്കമുള്ളവർ ഇവിടെ കാത്തിരിപ്പാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് വേണം വിട്ടു നൽകാൻ. അത്തരത്തിൽ ഓരോ ദിവസവും ഓരോ വീടുകൾക്കും മുന്നിൽ മൃതദേഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു അവസ്ഥയാണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. അലമുറയിട്ടുള്ള കരച്ചിലുകൾ ഇവിടെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ചേർത്ത് പറയാനുള്ളത്, ഈ സംസ്ഥാനത്ത് പല ഭാഗത്തും ഇത്തരത്തിൽ വ്യാജ മദ്യം സുലഭമാണ്. ഇത്തരത്തിൽ വിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് പുറത്തുവിടുകയും ചെയ്തിരുന്നു. പോലീസ് ഈ കള്ളക്കുറിച്ചി ഇൻസിഡന്റിന്റെ പശ്ചാത്തലത്തിൽ വ്യാപകമായ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അറസ്റ്റ് നടക്കുന്നുണ്ട്, കരുതൽ തടങ്കൽ നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ തൊലിപ്പുറത്തെ ചികിത്സയാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. മുൻപും സമാന സംഭവം ഉണ്ടായപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഈ വ്യാജവാറ്റും ഇത്തരം വിൽപ്പനയും ഇവിടെ തുടരുന്നതാണ് കാണാൻ സാധിച്ചത്. ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെ ഈ കള്ളക്കുറിച്ചി തന്നെയാണ്. കാരണം ഇവിടെ ഈ വാറ്റും വിൽപ്പനയും നടക്കുന്നത് ഈ ഏതെങ്കിലും പുറത്ത് മലയടിവാരത്തിലോ കാട്ടിലോ ഒന്നുമല്ല. കാരണം നൂറുകണക്കിന് വീടുകളുള്ള ഈ കോളനിക്കകത്ത്, ഈ തെരുവിനകത്ത് തന്നെയാണ് ഷെഡ് കെട്ടി ഈ വാറ്റും വിൽപ്പനയും നടക്കുന്നത്. 300 മീറ്റർ മാറിയാൽ പോലീസ് സ്റ്റേഷനുമുണ്ട്. അവരറിയാതെ ഇത് നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ നിർബാധം അത് തുടരുകയും ചെയ്യുന്നു. ഭരണത്തണൽ ഉണ്ട് എന്നുള്ളത് സ്പഷ്ടം. 2 കൊടും ക്രിമിനലുകളാണ് ഇതിന് നേതൃത്വം നൽകിയതെന്ന് പറയാതിരിക്കാനാകില്ല. ചിന്നതുരൈ 100-നടുത്ത് കേസുകളിലെ വ്യാജമദ്യ കേസുകളിലെ പ്രതിയാണ്. മറ്റൊരാൾ മാതേഷ്, അയാൾ മുൻപൊരു മദ്യദുരന്ത കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്നിട്ടുള്ളയാളാണ്. ഗുണ്ട ആക്ട് ചുമത്തപ്പെട്ടിട്ടുള്ളയാളാണ്. ഇത്തരത്തിലുള്ള ആളുകളാണ് ഇതിന് കളത്തിലിറങ്ങി നേതൃത്വം നൽകുന്നത് എന്നുള്ളതും പൊതുജനത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. അവർക്ക് പ്രതികരിക്കാൻ തന്നെ ഭയം തോന്നുന്നുണ്ട്. സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ ശ്രീകാന്ത്, സാധാരണഗതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വളരെ സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശ്രീകാന്തിനും നമ്മുടെ വാർത്താ സംഘത്തിനും അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവിടെ അനുഭവപ്പെടുന്നുണ്ടോ, ഈ കരുണാപുരത്തോ അതല്ലെങ്കിൽ ഈ കള്ളക്കുറിച്ചിയിലോ? ഇവിടെ പല സ്ഥലത്തേക്ക് നമുക്ക് കയറി ചെല്ലാൻ കഴിയില്ല. കാരണം ഇതൊരു തെരുവ് പോലെയാണ്. ഈ ഒരു റോഡ് കാണും, അതിന് ഇരുവശത്തും വീടുകളായിരിക്കും. പുറത്തുനിന്നും ആളുകൾ അകത്തേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായും രൂക്ഷമായ നോട്ടങ്ങളും പല സ്ഥലത്തേക്കും കടന്നു ചെല്ലുന്നത് തടയുന്ന സാഹചര്യവും ഉണ്ടാകും. ഇന്ന് രാവിലെ ഈ പറഞ്ഞ വ്യാജ വാറ്റ് നടത്തുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ പലതരത്തിലും നമുക്കവിടെ നമ്മളെ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കാത്ത സാഹചര്യവും ഉണ്ടായി. പക്ഷേ ആ ഘട്ടത്തിൽ പോലീസിന്റെ ഒരു ഇടപെടൽ, പോലീസ് ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ പെട്രോളിംഗ് നടത്തുന്നുണ്ട്, പരിശോധന നടത്തുന്നുണ്ട്. അതുപയോഗിച്ചാണ് നമ്മൾ അവിടേക്ക് എത്തപ്പെട്ടത്, നമുക്കവിടെ പോകാൻ സാധിച്ചത്. ഒപ്പം തന്നെ ഈ മേഖലയിൽ ഇത്തരം ഈ വ്യാജവാറ്റ് സംഘങ്ങൾക്കെതിരെയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, അവരുടെ കൂടി സഹായം നമുക്ക് കിട്ടി. അങ്ങനെയാണ് അകത്തേക്ക് കയറാൻ പറ്റിയത്. പല സ്ഥലത്തേക്കും നമുക്ക് പോകാൻ കഴിയില്ല. അവിടേക്ക് ഈ പൊതുജനങ്ങൾക്ക് പോയി, ഇവിടെ താമസക്കാർക്ക് പോലും ഭയമാണ് പല സ്ഥലത്തേക്കും കടന്നു ചെല്ലാൻ. അത് ഈ ക്രിമിനലുകളെ പേടിച്ചാണ്. ഈ കൊടും ക്രിമിനലുകൾ ആലോചിക്കണം. 100 കേസിനടുത്ത് പ്രതി ആയിട്ടുള്ള ഒരാളാണ് ഇതിന് എത്തനോൾ എത്തിച്ചു നൽകുന്നത്. ഒരുത്തൻ പോണ്ടിച്ചേരിയിൽ നിന്ന് ഈ എത്തനോൾ വാങ്ങി നൽകുന്നു. അവൻ മുൻപൊരു വ്യാജമദ്യ ദുരന്ത കേസിലെ പ്രതി കൂടിയാണ്. ജയിലിൽ നിന്നും അടുത്തിടെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇങ്ങനെയുള്ളവർ നേതൃത്വം നൽകുമ്പോൾ പൊതുജനങ്ങൾ ഭയപ്പെടുന്നതിൽ യാതൊന്നും പറയാൻ സാധിക്കില്ല. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇപ്പോൾ മാത്രം നമുക്കൊരു അല്പം സ്വാതന്ത്ര്യത്തോടെ പല സ്ഥലങ്ങളിലും കയറാം, റിപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഈ ഒരു മൊമെന്റം കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ടൊരു വരവോ റിപ്പോർട്ടിങ്ങോ നടക്കില്ല. ഈ ക്രിമിനൽ സംഘങ്ങളുടെ കയ്യിൽ തന്നെയാകും ഈ പ്രദേശം. ശ്രീകാന്താണ് കരുണാപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്ത കള്ളക്കുറിച്ചിക്കടുത്തുള്ള സ്ഥലമാണ്
കരുണാപുരം. അവിടെ 52 ആളുകളാണ് ഇതുവരെ മരിച്ചതെന്നാണ് റിപ്പോർട്ട്. കുറച്ചധികം ആളുകൾ കള്ളക്കുറിച്ചിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയാണ്. ചിലരുടെ നില ഗുരുതരമായി തുടരുകയാണ്.